ഷബീർ, എന്തൊക്കെയാണ് ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് പിന്നെ ഒപ്പം തന്നെ നമുക്ക് മറ്റ് വടക്കൻ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിൽസി സൂചിപ്പിച്ചതുപോലെ ഇന്ന് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട 2 ഹർജികൾ താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മുഖ്യപ്രതി MS സൊല്യൂഷൻസിന്റെ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിന്റെയും ഒപ്പം തന്നെ ഈ കേസിൽ 4ാം പ്രതിയായിട്ടുള്ള മലപ്പുറത്തെ ഒരു എയ്ഡഡ് സ്കൂളിലെ എയ്ഡഡ് സ്കൂളിലെ പ്യൂണായിരുന്ന അബ്ദുൽ നാസറിന്റെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപേക്ഷയും താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏതാണ്ട് ഉച്ചയോടുകൂടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, താനൂരിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ഈ പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ മുംബൈയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ അന്വേഷണ സംഘം മുംബൈയിലേക്ക് എത്തും. കാണാതായ പെൺകുട്ടികളെ മുംബൈയിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട വിശദമായൊരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. പ്രധാനമായും പെൺകുട്ടികൾ മൊഴി നൽകിയത്, കാണാതായ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിയ പെൺകുട്ടികൾ മൊഴി നൽകിയത് സ്വമേധയാ പോയതാണ് എന്നാണ്. പക്ഷേ ഒരു ആൺ സുഹൃത്തിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ആ യുവാവിനെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നത്, ഒപ്പം തന്നെ എങ്ങനെയാണ് യുവാവ് ഇവരെ കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുംബൈയിൽ പോയി ഇവരെവിടെയെല്ലാം പോയി, ആരെല്ലാം കണ്ടു എന്നതടക്കമുള്ള വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. പ്രധാനമായും ഈ പെൺകുട്ടികൾ മുംബൈയിൽ പോയി അവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ കയറി മുടി വെട്ടിയതാണ് നിർണായകമായത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പെൺകുട്ടികൾ മുംബൈയിൽ ഉണ്ട് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിലടക്കം അന്വേഷണ സംഘം പോലീസ് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ ബ്യൂട്ടി പാർലറിനെതിരെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ വിശദമായ അന്വേഷണത്തിന് വിധേയമാകും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഷഹബാസ് വധത്തിന് ശേഷം അല്ലെങ്കിൽ ഈ +1 വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസ് കൊല്ലപ്പെട്ടതിന് ശേഷം ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ യോഗം ചേരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘർഷം സ്ഥിരം കാഴ്ചയാവുകയാണ്. മിക്ക കോളേജുകളിലും സ്കൂളിലും വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പി ജയരാജൻ ഉൾപ്പെടുത്താതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് ചില അപസ്വരങ്ങൾ, പാർട്ടിക്കകത്തു നിന്ന് തന്നെ ചില അപസ്വരങ്ങൾ നമ്മൾ കണ്ടതാണ്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ തരത്തിലുള്ള വിമർശനം ഇതിനെതിരെ വന്നിരുന്നു. പി ജയരാജൻ്റെ മകൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ്, ഫേസ്ബുക്ക് സ്റ്റാറ്റസ് അടക്കം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നമ്മൾ വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ആരെങ്കിലും ഇത്തരത്തിൽ പ്രതികരണം നടത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അത്തരം വാർത്തകൾ കൂടി നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജിൽസ.